അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു പ്ലേസാണ് നമ്മളിന്ന് കാണിക്കുന്നത്. എറണാകുളത്തു നിന്നും അധികം ദൂരത്തിലില്ലാതെ കേവലം 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലം നേര്യമംഗലം. നല്ല ഗ്രീനറി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും നിങ്ങൾക്ക് ഇവിടെ വരാം. പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷൻ അല്ലാത്തത് കൊണ്ടും എന്നാൽ ഹിൽ സ്റ്റേഷനോട് തൊട്ടടുത്തായതുകൊണ്ടും തന്നെ മഴക്കാലത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് ഒരു ഹിൽ സ്റ്റേഷനിലെ എന്ന പോലെ മഴയുടെ സൗന്ദര്യവും ആംബിയൻസും ഒക്കെ ആസ്വദിച്ചു പോകാം. നമ്മൾ പറഞ്ഞു വരുന്നത് നേര്യമംഗലത്തുള്ള ബ്രൂസ് ആൻഡ് ബെൽസ് നേച്ചർ റിസോർട്ടിനെ കുറിച്ചാണ്. ഇവിടുത്തെ റിവർ സൈഡിൻ്റെ അവിടെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ മനോഹരമായിട്ടുള്ള കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല പീസ് അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ 3 തരത്തിലുള്ള സ്റ്റേ ഫെസിലിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പാക്കേജ് ആയിട്ടുള്ള സ്റ്റേ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സ്റ്റേ മാത്രമായിട്ട് എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ഡേ പാസ് മാത്രമായിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് എന്തൊക്കെയാണ് ഇതെന്ന് വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നല്ല രീതിയിൽ ടൂർ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് പാക്കേജ് സ്റ്റേ ആണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും പാക്കേജ് സ്റ്റേ ആണ്. കാരണം പാക്കേജിൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യുമ്പോൾ പൂൾ ഫെസിലിറ്റിയോട് കൂടിയ സ്റ്റേക്ക് പുറമെ വെൽക്കം ഡ്രിങ്ക്, ടീ, സ്നാക്സ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ മാമലക്കണ്ടം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജീപ്പ് സഫാരി ഉണ്ട്. അതിൽ പാക്കഡ് ലഞ്ചും അവൈലബിൾ ആണ്. അതായത് ഇതിൽ 3 മീൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ജീപ്പ് സഫാരിക്ക് പോകുന്നതിന് പകരം ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുൻപായിട്ട് രാവിലെ മാമലക്കണ്ടം ജീപ്പ് സഫാരിക്ക് പോയി പിക്നിക് ലഞ്ചും കഴിഞ്ഞ് ഈവനിങ്ങോട് കൂടി നേര്യമംഗലത്തുള്ള ഈ പ്രോപ്പർട്ടിയിലെത്തി സ്റ്റേ എടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ 2 രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം ആ രീതിയിലുള്ള പാക്കേജ് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മാമലക്കണ്ടം പോകേണ്ട, പകരം മൂന്നാർ മതിയെങ്കിൽ അത്തരത്തിലും ഇവർ സെറ്റ് ചെയ്ത് തരുന്നതാണ്. മാമലക്കണ്ടം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ പാക്കേജിന് റേറ്റ് വരുന്നത് 3500 രൂപയാണ്. മിനിമം 3 പേരെങ്കിലും വേണം. ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് റേറ്റിൽ മാറ്റം വരുന്നതാണ്. അത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമ്പർ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇനി മാമലക്കണ്ടം പാക്കേജ് വേണ്ട, സ്റ്റേ മാത്രം മതിയെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ടീ, സ്നാക്സ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, റിവർ സൈഡ്, പൂൾ ഫെസിലിറ്റിയും കിഡ്സ് പ്ലേ ഏരിയയും എല്ലാം അവൈലബിൾ ആണ്. ഇതിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 2 പേർക്ക് 4500 ആണ് റൂം റേറ്റ് വരുന്നത്. ഈ പറഞ്ഞത് ഇവിടുത്തെ ഗാർഡൻ വ്യൂ റൂമിൻ്റെ റേറ്റ് ആണ്. ഇനി ഇൻഡിപെൻഡൻറ്റ് കോട്ടേജ് ആകുമ്പോൾ റേറ്റ് കുറച്ച് കൂടും. പ്രൈവറ്റ് വില്ല ആയിട്ടും അവൈലബിൾ ആണ്. ഗ്രൂപ്പ്സിനൊക്കെ ഒരു സ്പെഷ്യൽ റേറ്റും ഉണ്ടാവും. സോ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞു തരുന്നതാണ്. ഇനി ഡേ പാസ് വേണ്ടവർക്ക് രാവിലെ വന്നിട്ട് വൈകിട്ട് പോകാവുന്ന ഫുഡോട് കൂടിയ ഡേ പാസും അവൈലബിൾ ആണ്. ഇവിടുത്തെ പ്രൈവറ്റ് വില്ല ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയുടെ ഒരു പ്രീമിയം റൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള 7 മുറികൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. പിന്നെ നമ്മുടെ ഈ നേര്യമംഗലം പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ തൊട്ടടുത്തായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി, ബട്ടർഫ്ലൈ പാർക്ക്, ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്, ഭൂതത്താൻകെട്ട് ഡാം, അവിടുത്തെ ബോട്ടിങ്, അങ്ങനെ ഒട്ടനവധി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ നേര്യമംഗലത്തുള്ള ബ്രൂസ് ആൻഡ് ബെൽസ് ഈ റിസോർട്ട്. കാര്യം ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മറ്റു പല സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ എത്താനും സാധിക്കും. ഒരു ചെറിയ പാർട്ടിയോ ബർത്ത്ഡേ ഫംഗ്ഷനും ഒരു സ്റ്റാഫ് ഗ്യാതറിംഗ് ഒക്കെ തുടങ്ങി ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇവരുടെ മാങ്കുളത്തെ പ്രോപ്പർട്ടിയുമായിട്ട് കമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാങ്കുളത്ത് ഒരു നൈറ്റ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡേ ട്രിപ്പ് പോവുകയോ ചെയ്യാം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കൊണ്ട് മാങ്കുളത്ത് എത്തി അവിടെ ജീപ്പ് സഫാരി എടുത്ത് ലഞ്ചും ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരാം. അല്ലെങ്കിൽ അന്ന് മാങ്കുളത്ത് സ്റ്റേ എടുത്ത് പിറ്റേ ദിവസം അതായത് 3rd ഡേ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ 2 നൈറ്റ് 3 ഡേ ആയിട്ടുള്ള ഒരു പാക്കേജായിട്ട് അത് കൺവേർട്ട് ആക്കാം. അങ്ങനെ നമുക്ക് ഏതാണോ സൗകര്യം അത്തരത്തിൽ നമുക്ക് പാക്കേജ് എടുക്കാം. പ്രൈവറ്റ് വാട്ടർഫോളോട് കൂടിയ മാങ്കുളത്തെ ഇവരുടെ പ്രോപ്പർട്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാങ്കുളത്ത് പോകാൻ താല്പര്യമുള്ളവരെന്നുണ്ടെങ്കിൽ വൻ വെറൈറ്റി പ്ലേസ് ആണ്. മൂന്നാറും വാഗമണൊക്കെ പോയി മടുത്തിരിക്കുന്നവർക്ക് എന്തുകൊണ്ടും പോകാൻ പറ്റിയ ഒരു അടിപൊളി ഹിൽ ഏരിയയാണ്. അടിപൊളി ജീപ്പ് സഫാരിയും എല്ലാ പരിപാടിയും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് കയറി കണ്ടേക്കാം കേട്ടോ. ഇവരുടെ ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഇവരുടെ സൈറ്റ് അസിസ്റ്റൻസ് നമ്പറാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ പാക്കേജ് ഓഫേഴ്സ്, ഈ പറയുന്ന സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, മാങ്കുളം കോമ്പിനേഷൻ, എക്സ്കർഷൻ ബേസ് ചെയ്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സെയിൽസ് ഓഫീസ് അല്ലെങ്കിൽ ഈ റിസർവേഷൻ ഓഫീസിൽ തന്നെ വിളിക്കുക. അവർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഏതായാലും ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പും അല്ലെങ്കിൽ നമ്മുടെ മാങ്കുളം പ്രോപ്പർട്ടിയുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി കണ്ടേക്കാം. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. സാധാരണ ട്രിപ്പ് പോകുന്ന റൂട്ടിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റി ട്രിപ്പ് പിടിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഒന്ന് പാക്കേജ് ആയിട്ട് ചെന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഫുൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്ക് തരുന്നതാണ്. നമുക്ക് സൗകര്യമായിട്ടുള്ള 2-3 ദിവസത്തെ പാക്കേജ് ഫുൾ പ്ലാനിങ്ങോടുകൂടി അവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഏതായാലും നേര്യമംഗലത്തുള്ള ബ്രൂസ് ആൻഡ് ബെൽസ് നേച്ചർ റിസോർട്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.